ഹായ്, വെൽക്കം ടു സിബിൻ സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ഫ്ലെയർ ടോപ്പ്. അത് അത്യാവശ്യം ഇറക്കുണ്ടാവും. പ്രിൻസസ് കട്ട് നമ്മൾ റിഗാർഡ് ടോപ്പ് കട്ടിങ് വന്നിട്ട് 3 പീസ് പോലെ തന്നെ കട്ടിങ് ഷോൾഡറിന്റെ അവിടെ തന്നെ നമ്മൾ കട്ടിങ് വരുന്നത് റിഗാർഡ് ടോപ്പ്. അപ്പൊ അതിന്റെ കട്ടിങ് എങ്ങനെയാണ് കളിച്ചത്? അതിന് നമ്മുടെ അളവ് ഏകദേശം അളവുണ്ട്. 36 ഇഞ്ച് ലെങ്ത്, 12 ഇഞ്ച് ഷോൾഡർ, 32 ചെസ്റ്റ്, 27 ഷേപ്പ്. ആ ഒരു ലെവലിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ 3 പീസിന്റെ കട്ടിങ് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. താഴെ നമ്മള് തുമ്പ് കണക്കാക്കിയിട്ട് താഴെ മടക്കിയെടുക്കുകയാണ്. തുമ്പ് കണക്കാക്കിയിട്ട് 1 ഇഞ്ച് തുമ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മളെ ഇറക്കം 36 ഇഞ്ച് ഇറക്കം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. 36 ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്നത് റിഗാർഡ് 15 ഇഞ്ച്. 15ന്റെ പാതി 7, 1 ഇഞ്ച് കുറച്ചിട്ട് 1 ഇഞ്ച് കുറച്ച് 6 നോക്കില്ല. അരഞ്ച് തുമ്പ് 15 ഇഞ്ച് ഷേപ്പിൽ സ്ലിറ്റ് സൈഡ് ഓഫ് ഇല്ല. ഇവിടെ സീറ്റിന്റെ അളവ് കൊടുക്കുക. ഏകദേശം 22 ഇഞ്ച് സ്ലിറ്റിന്റെ അവിടുത്തെ സീറ്റിന്റെ വണ്ണം ഏകദേശം നമ്മളിന്ന് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ഷേപ്പിന്റെ അവിടെ മാർക്ക് ചെയ്യുക. ഇനി കൈക്കുഴി റിഗാർഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ 3 വരെ വരച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് വന്നത് ചെസ്റ്റ് 32 കൂടി 4 ഇഞ്ച് കൂട്ടിയിട്ട് 36ന്റെ 1 സൈഡ് വരുന്നത് 9, 9ഉം 1 ഇഞ്ച് 99 നമ്മൾ പ്രിൻസസ് കട്ടിന് പോകും. അപ്പോൾ 9 ഇഞ്ച് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഷേപ്പ് വരുന്നത് 23 ഇഞ്ച് കൂട്ടുമ്പോൾ 30, 15, 7 ഇഞ്ച് 1 ഇഞ്ച് തുമ്പം കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സീറ്റ് നമുക്ക് ഏകദേശം ഒരു 35 ഇഞ്ച് 2 ഇഞ്ച് കൂട്ടിയിട്ട് 37, 9, 1 ഇഞ്ച് തുമ്പം കൂട്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മള് നേരെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഒന്ന് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മളെ ഷോൾഡറിന്റെ അളവ്, ഇനി താഴെ ഫ്ലെയർ മാക്സിമം ഫ്ലെയർ ഇതിൽ കിട്ടുന്ന ഫ്ലെയർ ഫുള്ളും നോക്കണം നമ്മൾ. ഇനി നമ്മൾ ഷോൾഡർ എടുക്കുക. ഷോൾഡർ 12, 1 ഇഞ്ച് തുമ്പം കൂട്ടിയിട്ട് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. റിഗാളിന്റെ അവിടെ മാർക്ക് ചെയ്യുക. ഷോൾഡറിന്റെ അവിടെ മേലെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്ത് 6 ഇഞ്ച് പറഞ്ഞു. വൈഡിന്റെ പാതി 3 ഇഞ്ച് വൈഡില് മാർക്ക് ചെയ്ത ഡബിൾ ഇട്ട തുണിയാണ്. ഈ ബാക്ക് കഴുത്ത് ഒരു 2 ഇഞ്ച് ബാക്ക് കഴുത്തും ഒരു 5-6 ഇഞ്ച് ഫ്രണ്ട് കഴുത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡറിന്റെ അവിടെ നേരെ താഴോട്ട് വരച്ചു കൊടുക്കുക. ഇനി റിഗാളിന് ഷോൾഡർ അളത്തോട്ട് നമ്മൾ റിഗാൾ കുഴി വന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റിഗാൾ നോക്കുക. 15 ഇഞ്ച് റിഗാൾ അത് കിട്ടും. ഇനി പ്രിൻസസ് കട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡോട്ട് പോയിന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതെടുക്കുക. അതൊരു 10 ഇഞ്ച്. അപ്പൊ 1 ഇഞ്ച് തുമ്പം കൂട്ടിയിട്ട് 13 ഇഞ്ചിൽ ഡോട്ട് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ചെസ്റ്റിനനുസരിച്ചാണ് ഇവിടുത്തെ നമ്മൾ ഈ അളവ് കണക്കാക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്കൊരു 4 ഇഞ്ച്, ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് നല്ലത് 44-42 സൈസുകൾ പോകുക. 4.5 ഇഞ്ച് വരെ പോകും. ഇനി മേലെ ഷോൾഡറിന്റെ അവിടുന്ന് ഒരു 5 ഇഞ്ച് 1 ഇഞ്ച് തുമ്പം കൂട്ടിയിട്ട് 5.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. ഇനി ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിങ്ങിന്റെ മാർക്കിങ് വരേണ്ട അളവ്. ഇതിന് നേരെ ഷേപ്പ് ചെയ്തിങ്ങനെ ചിരിച്ചിങ്ങനെ നമ്മൾ ഈ മാർക്കിലോട്ട് പോരുക. ഇത്രയും ഭാഗം നമ്മൾ ഷേപ്പായിട്ട് തന്നെ എടുക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് താഴോട്ട് ഇതിന്റെ മാക്സിമം ഫ്ലെയർ എത്ര ഉണ്ട് നോക്കുക. ഈ ഫ്ലെയറിന്റെ 21 ഇഞ്ച് ഫ്ലെയർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊരു 10 ഇഞ്ച് ഫ്ലെയർ കിട്ടണം. 10 ഇഞ്ച് 9 ഇഞ്ച് ഓവറായിട്ട് കൊടുക്കേണ്ട. ബാക്കി നമുക്ക് അതിലോട്ട് കൊടുക്കാം. 9 ഇഞ്ച് ഫ്ലെയർ മെയിൻ പീസ് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മളിങ്ങനെ നേരെ ലെവൽ സ്കെയിൽ വെച്ചിട്ട് ലെവൽ സ്കെയിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ്
ഇനി ഇത് നമുക്ക് ഷേപ്പിന്റെ അവിടുന്ന് സീറ്റിന്റെ അടുത്തോട്ട് കുറച്ച് ലൂസ് പോകുന്നിട്ട് താഴെ മാക്സിമം ഫ്ലെയറിൽ അങ്ങോട്ട് പോകും. അപ്പൊ ഇതാണ് പ്രിൻസസ് കട്ട് ടോപ്പിന്റെ മാർക്കിംഗ് എല്ലാവരും കണ്ടു നോക്കുന്നു. ഇതാണ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് പ്രിൻസസ് കട്ട് ടോപ്പ്. അപ്പൊ ഇനി ഇതൊന്നും നോക്കണ്ട, നമ്മൾ കട്ട് ചെയ്തെടുക്കുക. താഴ്ഭാഗം കുറച്ച് റൗണ്ട് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡ് തൂങ്ങാതിരിക്കാൻ ഒരു 2 ഇഞ്ചോളം സൈഡിലോട്ട് കുത്തി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യും പോലെ ബാക്ക് കഴുത്ത് നേരെ 3 ഇഞ്ചിലോട്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ നമ്മൾ സാധാരണ ചെയ്യും പോലെ ഒരു 1/2 ഇഞ്ച് താഴോട്ട് ഷേപ്പ് ചൂട്ടി കൊടുക്കുക. ഇനി നമ്മളെ ഷോൾഡറിന്റെ മേലൊന്ന് റിഗാളിന്റെ അവിടത്തോട്ട് നേരെ നമ്മളെ മാർക്ക് കൂടി തന്നെ കറക്റ്റ് വെട്ടി കൊടുക്കുക. ഇനി നമുക്കൊരു 1.5 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക സൈഡിൽ. നമ്മൾ പ്രിൻസസ് കട്ടിന്റെ തുമ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഓൾറെഡി നമുക്ക് ഇതിമ അടിക്കാനുള്ള വണ്ണം കൂട്ടാനൊക്കെ ഉള്ളതിനനുസരിച്ച് ഒരു 1.5 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക. ഷേപ്പ് വരെ അങ്ങനെ 1.5 ഇഞ്ചിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് മാക്സിമം ഫ്ലെയറിലാണ് പ്രിൻസസ് കട്ട് പോകുന്നത്. താഴോട്ട് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് അനുസരിച്ച് ഇതാണ് പ്രിൻസസ് കട്ട്. ഈ കട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് പ്രിൻസസ് കട്ടിങ് എന്ന് പറയുന്നത്. ഇത് 3 പീസായിട്ടാണ് വരിക. 3 പീസ് പോലെ തന്നെ ഷോൾഡറിന്റെ അവിടുന്ന് വരുന്നതിന് പകരം റിഗാളിന്റെ അവിടുന്ന് 3 പീസ് പ്രിൻസസ് കട്ട് എന്ന് പറയും. അങ്ങനെയായിട്ടാണ് വരിക. ഇതാണ് പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് ഭാഗം. ഇനി 2 സെമി പീസുകളാണിത്. ഇന്ന് ഇവിടെ മറ്റേ പീസ് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ മാക്സിമം ഫ്ലെയറും ഉണ്ടാവും. ഫ്ലെയർ നമുക്ക് ബോറായി തോന്നില്ല. നല്ല ചെസ്റ്റിന്റെ ഷേപ്പ് വരെ നല്ല ഷേപ്പ് ചെയ്യും. അതിലാണ് ഈ കട്ടിങ് കൊടുക്കുന്നത്. ഈ കട്ടിങ് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ല. അപ്പോ നമ്മുടെ പ്രിൻസസ് കട്ട് ഫ്ലാറ്റ് ടോപ്പിന്റെ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സഹകരിക്കുക. ബൈ.